എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തില് ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുമായിരുന്നു. അപ്പൊ ശ്രുതി ഒരുങ്ങിയിട്ട് വിളിക്കുവാണ്. അമ്മ ഇതിനായിട്ട് റെഡിയായില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ വരുവാ മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ നോക്കുകയാണ്. ഈ സമയത്തോ ആദ്യം എന്ത് ചെയ്യാണ്, ഷർട്ട് ഒന്നും ഇടാതെ അത് കൈ പിടിച്ചോണ്ട് ഓടി അങ്ങ് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അതെ ആന്റി, എന്നെ ഈ ഷർട്ട് ഇടിക്കുമെന്ന് ചോദിക്കണം. ദേ നീ തന്നെ ഇങ്ങോട്ട് ഇട്ടാൽ മതി, ഒന്നാമത്തെ കാര്യം സമയമില്ല. എന്നാ ആന്റി പ്ലീസ് ആന്റി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളുവാണ്. ഈ സമയം മീര നിന്റെ മോൻ ലേഡി ഇടിക്കാൻ പറയാ. അവസാനം മനസ്സോടെ ശ്രുതി ആ ഷർട്ട് അങ്ങ് ഇടിക്കുവാണ്. ഇങ്ങോട്ട് വാ സമയം പോയെന്നും പറഞ്ഞ് അങ്ങനെ ഷർട്ട് ഇട്ടോണ്ട് എനിക്ക് സമയം ചോദിച്ചു. അല്ല നിന്റെ മുടി എന്താ, നീ മുടിയൊന്നും ഈരാറില്ലെന്ന് ചോദിക്കും. ഉണ്ട് ആന്റി, മുടിയൊക്കെ ഈരാറുണ്ട്. പിന്നെ ആന്റി, എന്റെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെ അമ്മമാരൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ എനിക്ക് മാത്രം അമ്മയില്ല. അതുകൊണ്ട് എൻ്റെ അമ്മേനെ വിളിച്ചോണ്ട് ചെല്ലാത്തതുകൊണ്ട് പിള്ളേരെല്ലാം എന്നെ എപ്പോഴും കളിയാക്കും. നിനക്ക് അമ്മയില്ലാന്നും പറഞ്ഞ് എനിക്ക് എന്ത് വിഷമാണെന്നറിയാവോ. ആന്റി ഒരു ദിവസം വരുവോ, എൻ്റെ സ്കൂളിൽ വരുവോ, എന്നിട്ട് അവരെല്ലാം വഴക്ക് പറയണമെന്ന് പറയാം. പെട്ടെന്ന് മീരയുടെ കണ്ണ് നിറഞ്ഞു വന്നു. മീരയ്ക്ക് സങ്കടമായി. അപ്പൊ ശ്രുതിക്കും വിഷമം വന്നു. ആന്റി ഒരു ദിവസം വരാം. ഇനി അങ്ങനെ ആരെങ്കിലും കളിയാക്കുവാണെങ്കിലേ ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചർ അവരെ വഴക്ക് പറഞ്ഞോളൂ എന്ന് പറയാം. ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വന്നേ. അവർക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ബാ ആദ്യം നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അമ്മ അതിൽ കയ്യെ പിടിക്കുകയാണ്. അമ്മ ഞാൻ ഇന്നലെ ഓട്ടോറിക്ഷ വിളിച്ചുതരാം. വേണ്ട ഞങ്ങൾ നടന്നു പോക്കളാം. വേണ്ട ഇത്രയും ദൂരം ഇവനെയും കൊണ്ട് നടക്കണ്ടേ, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തരാമെന്ന് പറഞ്ഞ് ശ്രുതി ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കുകയാണ് അവർക്ക്. ഈ സമയം രേവതി രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. ഇന്ന് താലി ഓർക്കൽ ചടങ്ങും ശാന്തി മുഹൂർത്തം ഒക്കെ കുറിപ്പിച്ചിരിക്കുന്ന. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല ഇങ്ങനെ ഒരു ജീവിതം. പക്ഷെ എന്ത് ചെയ്യാനാ, അവസാനം എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്തായി തീരുമെന്നുള്ളത്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല മനസ്സ് കാണുന്നേ. വൈകിട്ടാണെങ്കിലും നീ എനിക്ക് നല്ലൊരു ജീവിതം തന്നല്ലോ, അവൻ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഈ ജീവിതം ഇനി കെടാ നീ കാത്തോണേ, എൻ്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറ്റിത്തരണേ എന്ന് മനകുരുകി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രേവതി വീട്ടിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ വന്ന് ഓട്ടോറിക്ഷ വഴിയൊന്ന് നിന്നുപോയി. എന്ത് പറ്റിയേട്ടാ, എന്താ കുഴപ്പമൊന്നും നിൽക്കട്ടെ, എന്താ പറ്റിയെന്ന് അറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, കംപ്ലൈന്റ് ആയെന്ന് തോന്നേ. അതെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം സ്റ്റാൻഡിലേക്കുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇവിടെ അങ്ങോട്ട് നടന്നാൽ മതി എന്ന് പറയാം. ശരി ശരി, അല്ലെങ്കിൽ വേറെ ഓട്ടോ വിളിച്ച് പോകുന്നുണ്ടേ. കുഴപ്പമില്ല, ഞങ്ങളിവിടെ നടന്നു പൊക്കോളാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ആദ്യം കൂടെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് രേവതി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നുണ്ട്. രേവതിനെ കണ്ടതും ആദ്യം ഓടിച്ചെന്ന് ആന്റിന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്ന് ശ്രുതിയുടെ അമ്മ ഒന്ന് ചോദിച്ചു, അല്ല മോളെന്താ ഇവിടെ? ഞാൻ ക്ഷേത്രത്തിൽ പോയതാമ്മേ. ആഹാ, ഇവിടെ ഇപ്പോഴും ക്ഷേത്രത്തിൽ പോക്കൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കണം. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ മോളെ, ഇന്ന് താലികോർത്ത ചടങ്ങും ശാന്തി മുഹൂർത്തം ഒക്കെ വെച്ചിരിക്കുക. ആഹാ, കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ശാന്തി മുഹൂർത്തം ഒന്നും കഴിഞ്ഞില്ല എന്ന് ചോദിക്കാം. രേവതി ഒന്ന് ശരിക്കും മാത്രം പിന്നീട് പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം അമ്മേ എന്ന് പറയാം. അല്ല അമ്മ ഇത് എവിടെ പോയിട്ട് വരാം? ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൾ ഇവിടെ അടുത്താ താമസിക്കുന്നേ, അവളെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് പോവാം. എന്നാ വാ, എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, അപ്പൊ അവിടെ ഒന്ന് കേറിയിട്ട് പോവാം. വേണ്ട മോളെ, പിന്നീട് ഒരിക്കലാ, ഇവനെയും കൊണ്ട് ഇനി വരവ് ബുദ്ധിമുട്ടാ, വീട്ടിൽ കുറെ പണികളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ എങ്ങനെയാ പോണേ? അമ്മ ഇങ്ങോട്ട് വരാൻ പറയാം. ആദ്യം പറഞ്ഞു, വാ മുത്തശ്ശി നമുക്ക് പോ, രേവതി ആന്റിയുടെ വീട്ടിൽ പോന്ന് പറഞ്ഞ് ആദ്യം ഒരേ നിപ്പ. അവസാനം രേവതിയുടെ കൂടെ ശ്രുതിയുടെ അമ്മ ആദ്യം കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ബാമേ ചന്ദ്രമതി ഭയങ്കര സംസാരത്തിലാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതിക്കാണ് ഇരുന്നിട്ട് ഇരിക്കത്തില്ല. ബാമയുടെ എല്ലാ കാര്യങ്ങളും പറയാം. അവൾക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തു, ഡ്രസ്സ് എടുത്തു കൊടുത്തു. പാവം എന്റെ ശ്രുതി, അവന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ ഇച്ചിരി പൈസ തന്ന, ആ പൈസ ആണെങ്കിൽ ആ സച്ചിയും അവന്റെ ഭാര്യയും കൂടെ വാങ്ങിച്ചോണ്ടും പോയി. ഇവനൊന്നും ഒരു കാലത്തും ഗതി കിട്ടില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതെ നിന്റെ മോൻ തന്നെയല്ലേ സച്ചി, പിന്നെ നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? മോന് എന്റെ മോനൊന്നും അല്ല അവന്, എനിക്ക് അവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദേഷ്യം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയും ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ അങ്ങോട്ട് വന്നേ. അപ്പൊ വെച്ചു, ഇവിടെ ആരെയും കൊണ്ടാ വരുന്നത്? ഇത് ഒരു കൊച്ചും ഒരു പ്രായമായ സ്ത്രീയും കൂടെ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ലെന്ന് ബാമ പറയണേ. പെട്ടെന്ന് ആദ്യം അങ്ങോട്ട് അകത്തേക്ക് കയറി എന്നിട്ട് ആ സെറ്റിയെ കൂടെ എല്ലാം കിടന്ന് ചാടുവാണ്. ഇത് ഏതാന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നത്. ആരാന്ന് ചോദിക്കുക. പെട്ടെന്ന് രേവതി പറയാൻ വന്നപ്പോഴത്തേനും കലാവതി മുത്തശ്ശി അകത്തുനിന്ന് ഇറങ്ങുന്നത്. ആഹാ കൊള്ളാലോ, ഇത് ആരൊക്കെയാ വന്നേന്ന് ചോദിക്കുകയാണ്. ആദ്യം പെട്ടെന്ന് ഓടി വന്ന കലാവതി മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശിയെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. കലാവതി മുത്തശ്ശി എന്നിട്ട് ശ്രുതിയുടെ അമ്മ ചോദിച്ചു, എങ്ങനെയാ സുഖമാണോന്ന് ചോദിക്കുകയാണ്. അല്ല ഇപ്പോഴും ഇങ്ങോട്ട് വന്നേ? അതെ ഞാൻ എന്റെ മോളുടെ അടുത്ത് വരെ വന്ന ആ സമയത്താണ് രേവതിനെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന കണ്ടത്. അപ്പോൾ രേവതി ഇങ്ങോട്ട് തന്നെ വിളിച്ചു, അതുകൊണ്ടേ വന്ന. കലാവതി മുത്തശ്ശി നല്ല സമയത്ത് തന്നെ വന്ന കേട്ടോ. ഇന്നാണെങ്കിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കൂടിയിട്ട് പോയാൽ മതി. ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് രേവതി എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ വെച്ച് നാട്ടിൽ വെച്ച് ഞാൻ കുളത്ത് വീണ് കഴിഞ്ഞപ്പം എന്നെ രക്ഷിച്ച അതാണ് അവന്.
ഇത് അവന്റെ മുത്തശ്ശിയാന്ന്. ആഹാ കൊള്ളാലോ, സൂപ്പർ ആയിട്ടല്ലോ. പെട്ടെന്ന് തന്നെ ആദ്യം ഓടിച്ചെന്ന് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. മുത്തശ്ശാന്നൊക്കെ വിളിച്ച് പ്രായമുള്ള ആൾക്കാരെ എങ്ങനെ വിളിക്കണമെന്നൊക്കെ അവനെ നന്നായിട്ട് അറിയാം. അല്ല കൊള്ളാലോ, മോൻ പൊളിയാണല്ലോ എന്ന് പറയാം. മോന്റെ പേരെന്നാ? ആദി എന്ന് പറയാ. അതെ അറിയാവോ, അന്ന് ആന്റി അവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ആന്റീനെ കുളത്തിന്ന് രക്ഷിക്കാനായിട്ടേ ഞാൻ ഇവിടുത്തെ സത്യങ്ങളിനെ പോയി വിളിച്ചുകൊണ്ട് വന്നേ എല്ലാം പറയുവാണ്. അവന്റെ സംസാരമൊക്കെ ആയിട്ട് രവീന്ദ്രനും കലാവതി മുത്തശ്ശിയും ചിരിക്കുകയാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അതെ നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കും, ഇപ്പൊ പോകണ്ടെന്ന് പറയാം. അത് ശരിയാവില്ല, പോണം. അതെങ്ങനെ ശരിയാവണേ? വന്നവിടെ തന്നെ പോകാൻ പറ്റുമോ? ഇത് ചായ കുടിച്ച് സമാധാനത്തിൽ പോയാൽ മതി. ഇപ്പൊ കലാവതി മുത്തശ്ശി പറഞ്ഞു, അത് വേണ്ട, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആ ചടങ്ങുകളും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാ. അങ്ങനെ രേവതി പറഞ്ഞു, ബാ ആ മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബായൊക്കെ മേടിച്ച് രേവതിയുടെ സച്ചിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുറിയിൽ ചെന്ന് അവർ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അതേ ഇവന് വിശക്കൊന്നുണ്ടായിരിക്കുമല്ലേ, ഞാൻ എന്തായാലും ഫുഡ് എടുത്തോണ്ട് വരാമെന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേനും രേവതി ഫുഡ് എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാ. അപ്പം ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോളെ ഞാൻ പൊക്കോളാം, അതൊന്നും കുഴപ്പമില്ല, ഇവിടെ അറിയാലോ ഇന്നൊരു മംഗളാർമ്മ നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ അവർ ഫുഡ് കഴിക്കാനുള്ള എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇറങ്ങിപ്പോണേ. ഈ സമയത്ത് ചന്ദ്രമതി പോയി സാരിയൊക്കെ എടുത്തോണ്ട് വന്ന് നിൽക്കുവാണ്. പെട്ടെന്ന് മുത്തശ്ശി വന്നിട്ട്, അല്ല നീ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി നിൽക്കുവാണോ? അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിക്കണം. എന്ത് കാര്യങ്ങള്? ഓഹോ, അപ്പൊ ഇവിടെ ഒന്നും ചെയ്യണ്ടേ? ഇവിടെ എല്ലാം അലങ്കരിക്കുകയൊന്നും വേണ്ടേ? ഓ എന്തിനാ അലങ്കരിക്കുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. ഓ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട മരുമോളല്ലോ, അതുകൊണ്ടാണല്ലോ അല്ലേന്ന് പറയാം. പിന്നെ അലങ്കരിക്കാത്തതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. മുത്തശ്ശിയും കൂടെ നല്ല ദേഷ്യം വന്നു. പിന്നെ മുത്തശ്ശി ഒന്നും മിണ്ടാൻ പോയില്ല. രവീന്ദ്രൻ പറഞ്ഞു, അമ്മയ്ക്ക് അറിയാമല്ലേ അവളുടെ സ്വഭാവം, അമ്മയല്ലേ അവളോട് ഇതിനെക്കുറിച്ചൊക്കെ പോയി ചോദിക്കുള്ളൂ. പട്ടിയുടെ വാല് 12 കോലം കുഴലിട്ടാൽ നിവരാൻ പോകുന്നില്ല അമ്മേ, അതുപോലെ തന്നെ അവളുടെ സ്വഭാവം, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എത്ര വില തിരിച്ചടി കിട്ടിയെന്ന് പറഞ്ഞാലും അവൾ നന്നാൻ പോകുന്നില്ല. അവൾ പിന്നെ പണ്ടേതുപോലെ തന്നെയായിരിക്കും. കാര്യം കാണാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. കാര്യം കണ്ടു കഴിയുമ്പോൾ അവൾ പാലം വലിക്കുന്ന സ്വഭാവം എന്ന് പറയാം. ഈ സമയത്ത് വീടിന്റെ ഗേറ്റിന് വെളിയിൽ ശ്രുതിയും മീരയും കൂടെ വരികയാണ്. അപ്പൊ മീര പിടിച്ച്, നീ കയറി വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. അതെന്താ? എന്റെ പൊന്നെ, ഇനി അവിടെ വന്നിട്ട് നിന്റെ തള്ളു കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഇന്നൊരു ദിവസം എങ്കിലും എന്നെ വെറുതെ വിട്ടേക്ക്. അവിടെ വന്നു കഴിയുമ്പോൾ നിന്റെ കള്ളത്തരങ്ങൾ കേട്ട് എന്റെ ചെവി പൊട്ടും. എന്നാലും ഞാൻ തന്നെ എനിക്കൊരു മടി. തന്നെയോ? തന്നെ എന്തിനാ? അങ്ങനെ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കയറിപ്പോക്കോ. നീ കുറച്ചാൾ കഴിയുമ്പോൾ ഇവിടെ താമസിക്കണ്ട, കുറച്ചു ദിവസം കഴിയുമ്പോൾ. പിന്നെ എന്തിനാ നീ എന്തിനാ പേടിക്കുന്നത്? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇവിടുത്തെ ഭാവി മരുമോളല്ലേ. കയറി ചെല്ലാൻ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേ പെട്ടെന്ന് ചന്ദ്രമതിയാണ് ശ്രുതിനെ കാണുന്നത്. ആഹാ, ശ്രുതിമോളാണോ? വാ മോളെ, ദേ അവൻ മുറിയിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുറിയിൽ അങ്ങോട്ട് കൊണ്ടുപോയില്ലാണ്. ഈ സമയം കലാപതി മുത്തശ്ശി അങ്ങോട്ട് രവീന്ദ്രൻ വന്നായിരുന്നു. രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അതാരടാ ആ പെണ്ണ്? അവൾ ഏതാന്ന് ചോദിക്കണം. അതാമേ ശ്രുതി, ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണെന്ന് പറയും. ഓഹോ അങ്ങനെ. പെട്ടെന്ന് രവീന്ദ്രനെ കണ്ണു കാണിക്കുകയാണ്. അപ്പൊ രവീന്ദ്രൻ പെട്ടെന്ന് ചന്ദ്രമതിനെ വിളിക്കും. ദേ അമ്മ നിൽക്കുന്നു, അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയാണ്. പെട്ടെന്ന് ശ്രുതിനെ കൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുക. വന്നിട്ട് പറഞ്ഞു, ദേ ഇതാണ് ശ്രുതിയുടെ അച്ഛമ്മ എന്ന് പറയാണ്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്യുവാണ്, കാലിലൊക്കെ വീണ് വന്ദിക്കുവാണ്, അനുഗ്രഹമൊക്കെ മേടിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യണമല്ലോ എന്ന് ഓർത്തോണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, നോക്ക് എന്തൊരു ഐശ്വര്യമാന്ന് നോക്കിയേ, എന്റെ മരുമോളാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മുഖമൊക്കെ കണ്ട ശ്രുതിക്ക് നന്നായിട്ട് ചേരുന്നില്ല അമ്മേന്ന് ചോദിക്കണം. ഈ സമയത്ത് ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ചേരുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാണ്. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതിയുടെ മുഖം കണ്ടതും ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ഇവിടെ ചിലരൊക്കെ ഉണ്ട്, പൂ കെട്ടുന്നവരൊക്കെ, അവരെ കണ്ടാൽ എന്തിനു കൊള്ളാം, കാശിന് കൊള്ളുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശിയുടെ സ്വഭാവം അങ്ങോട്ട് മാറി. മുത്തശ്ശി അങ്ങോട്ട് ദേഷ്യം വന്നു. നീ എന്താ പറഞ്ഞ? ഓ അപ്പൊ നിന്റെ ഭാവി മരുമകളാകാൻ പോകുന്ന അവള് കൊള്ളാം, ഇപ്പം നിന്റെ ഈ വീട്ടിലുള്ള മരുമകളെ നിനക്ക് കണ്ണെടുത്താൽ കാണത്തില്ലല്ലേ? നീ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, എന്തൊരു ഐശ്വര്യാന്ന് നോക്കിയാ. ആ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രേവതിനെ നോക്കിയാ പറയണേ. പക്ഷെ ഈ ശ്രുതി എന്ന് പറയുന്നവളെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. കണ്ടിട്ട് എന്തോ ഒന്ന് പ്രസവിച്ച പോലെ ഉണ്ടെന്ന് പറയാ. പ്രസവിച്ച പെണ്ണുങ്ങളുടെ ശരീരം പോലെ ഉണ്ട്. പക്ഷെ രേവതിയുടെ ശരീരം നോക്കിയേ, എന്തെല്ലാം പിടിക്കാന്ന്. ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എന്തും മറുപടി പറയുന്ന അറിയത്തില്ല. പ്രായമായ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അത് വെച്ചാണ് അവര് പറഞ്ഞത്. വളരെ വെളുത്ത് നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയൊക്കെ. അവർക്ക് എന്തും മറുപടി പറയണതില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എന്താ അച്ഛമ്മ ഈ പറഞ്ഞ? അച്ഛമ്മ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ വരുന്നോട് പറയണേ, അത് ശ്രുതിക്ക് വിഷമാവില്ലേന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, ശരിയാണ്, വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, ഓഹോ അപ്പൊ നിന്റെ ഭാവി മരുമകളാകാൻ പോകുന്ന അവളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്കങ്ങ് നൊന്തല്ലേന്ന് കലാവതി മുത്തശ്ശി പറയാ. അപ്പം രേവതിനെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ലല്ലേ? അപ്പൊ ഇത്രയും ദിവസം കല്യാണം കഴിഞ്ഞ് വന്നോട്ട് നീ രേവതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാന്നാണല്ലോ, അപ്പൊ അവൾക്ക് വേദനിക്കില്ലേന്ന് ചോദിക്കുക.
രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ, ഇനിയിപ്പോ ഈ വിഷയം പറഞ്ഞൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട, ആ വിഷയം വിടമ്മേന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശി നേരെ സ്തുതിയുടെ അടുത്തേക്കുന്നു. അല്ല ഞാനിങ്ങനെ ഇത് വെറുതെ പറഞ്ഞുള്ളൂ കേട്ടോ, മോളത് കാര്യമാക്കി എടുക്കണ്ട, എനിക്ക് രേവതിനെ പോലെ തന്നെ നീ, കുഴപ്പമൊന്നുമില്ല, ശ്രുതിക്ക് ചേരുന്നാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു മോൾ ഇങ്ങോട്ട് വാ, ശ്രുതിയുടെ മുറി പോയിരുന്നോന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു ശ്രുതിയുടെ അമ്മയുടെ കയ്യിൽ. അങ്ങനെ ആദ്യക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുക. അങ്ങനെ ഫുഡെല്ലാം വാരി കൊടുത്തതിന് ശേഷം അവൻ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പ്ലേറ്റുമായിട്ട് അങ്ങ് താഴേക്ക് വരികയാണ് പ്ലേറ്റ് വെക്കാനായിട്ട്. ഈ സമയത്ത് കുറെ ഗുലാബ് ജാം ഒക്കെ എടുത്തോണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. ഈ സമയത്താണെങ്കിൽ ശ്രുതിയുടെ മുറി കേട്ട് ശ്രുതി എല്ലാം നോക്കുകയാണ്. അവിടെ കുറെ ട്രോഫിയൊക്കെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചു അല്ല ഇതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ട്രോഫികളാക്കിയെന്ന് പറയാം. ആ കൊള്ളാലോ, സൂപ്പർ ഉണ്ടോ, അപ്പം വലിയ പുള്ളിയായിരുന്നല്ലേ നിൽക്കണേ. അതെ അതെ, ഇനി ഈ മുറി വേണം നമ്മൾ രണ്ടും ജീവിക്കാനായിട്ട്, ജീവിതാവസാനം വരെ കഴിയേണ്ട മുറിയാന്ന് പറയാത്. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യാ, പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ കഥകും തള്ളി തുറന്ന് ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതിക്കും പെട്ടെന്ന് എന്തോ പോലെയായി, പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കയറി വന്നിട്ട് അത് പിന്നെ ഞാൻ ഈ ഗുലാബ് ജാമുൻ കൊണ്ട് വന്നാ ഇത് കഴിക്കാൻ വേണ്ടി മോള് ഇവിടെ വന്നിട്ട് മോൾക്കും തന്നില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അത് ശ്രുതിയുടെ കയ്യിലേക്കും കൊടുക്കണം. ശ്രുതി പറഞ്ഞു ഇതൊന്നും വേണ്ടായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്ലമ്മ ഇത് എങ്ങനെ കഴിക്കും, സ്പൂണ്, ഓ ആ കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേണ്ടമ്മേ ഞാൻ പോയി എടുത്തോണ്ട് വന്നാളാം. അമ്മ എഴുന്നു, അമ്മ ഞാൻ എടുത്തോണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഈ സമയം ശ്രുതിയും മുറിയിൽ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്താണ് സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ശ്രുതിയുടെ അമ്മ വരുന്നത്. അപ്പൊ ശ്രുതിയും മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ തമ്മിൽ നേർക്ക് നേർ കാണുമോ ഇനിയിപ്പം മനസ്സിലാവുമോ ഒന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.